ഒരു കാര്യമല്ലേ. അപ്പൊ ഒരു ഫോട്ടോ വെച്ചിരുന്നെങ്കിൽ 1000 പേർക്ക് ഷെറിൻ മറ്റേ ഷെയർ ചെയ്യും. ഫാൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ, എനിക്ക് ഫാൻസുകാരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ നോക്കിയിരിക്കുമ്പോ അവര് എന്നോട് പറഞ്ഞു എന്താണെന്നില്ല ഇതിന് മുന്നും ഇങ്ങനെ ഒരു ആ സാരി കൊടുത്തൊരു ഫോട്ടോയോ ഒരു വീഡിയോയോ മലബാർ പെട്ടിക്കടാന്ന് യൂട്യൂബ് ചാനൽ കണ്ടില്ലല്ലോ, പിന്നെ എന്താ പെട്ടെന്ന് ഇങ്ങനെ വന്നു. പിന്നെ ഇതിന് മുന്നേ ഇറക്കിയിലുണ്ടായിരുന്നു, അതിന്റെ കണ്ടിന്യൂറ്റി ആയിരുന്നു ഇത്. മലബാർ പെട്ടിക്കട അതിനകത്ത് ഷൈനി ഇല്ലേ, ഇയാളുടെ ഫ്രണ്ട് ഇല്ലേ ഷൈനി, ആർട്ടിസ്റ്റാണ് ഷൈനി എന്ന് പറഞ്ഞത്. അപ്പൊ എന്റെ കൂടെയാണ് ആദ്യമായിട്ട് ഷൈനി അഭിനയിക്കുന്നത് പുല്ലാങ്കുഴല്. അപ്പൊ ഷൈനിയുടെ എന്റെ ഒരു വർക്ക് അവൻ എന്റെ അടുത്ത് മാന്യമായിട്ട് ചോദിച്ചു, അപ്പൊ ലക്ഷ ആ വർക്ക് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ എന്ന് വെച്ചാൽ അത് യൂട്യൂബിലിട്ട് വേറെ ടീമായിട്ട് അവനോട് ചോദിച്ചു പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു. ചോദിച്ചിട്ട് പുള്ളി എടുത്തു, അതുകൊണ്ട് അതിനകത്ത് ഇട്ടു. അപ്പൊ അത് അത്യാവശ്യം വ്യൂസായി കാര്യങ്ങളായി. പുല്ലാങ്കുഴലെന്ന് പറഞ്ഞു. ഷൈനിക്ക് നല്ലൊരു ബ്രേക്കപ്പ് കൊടുത്തൊരു വർക്കാണ്. ഈ കഴിഞ്ഞ ദിവസം ഷൈനി പറഞ്ഞു ചേട്ടാ എനിക്കൊരു ആദ്യമായിട്ടൊരു ഇത് കിട്ടിയാന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നല്ല കാര്യം, നല്ല മിടിക്കുക, നല്ല ഇയാളെ പേര് ജീവനാ. എന്നെ ആദ്യമായിട്ട് സിനിമയിൽ കൊണ്ടുവന്നത് ഷൈനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ റൂംമേറ്റ് ആയിട്ട് വന്നതാണ് ഷൈനി. അന്നാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ സിനിമയിൽ ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ആ കാര്യം ഇവിടെ പറ, അവിടെ പറ. സിനിമയില് ജൂനിയർ ഒരു പ്രചരണം നടക്കണ്ടേ, ഒരു പ്രചരണം നടക്കണം. എന്നത് പ്രതികരിച്ച് മോള് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അത് കുറെ ഇങ്ങനെ ഇന്നലെയും കൂടെ ഞാനത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. അത് പെരേരയുടെ ഫേസ്ബുക്കിലേക്ക് ഒരാൾ ഷെയർ ചെയ്തിട്ടിട്ടുണ്ട്.